ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ അഞ്ജു മിഥുൻ, ചീഫ് കൺസൾട്ടന്റ് ഹീൽവെൽ ഹോമിയോപ്പതി തൃശൂർ. ഹാപ്പി വിമൻസ് ഡേ. ഇന്ന് സ്ത്രീകളുടെ ദിനമാണല്ലോ. സ്ത്രീകളുടെ സുരക്ഷയ്ക്കായിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. ആദ്യം തന്നെ എല്ലാ സ്ത്രീകളും നിർബന്ധമായും ഒരു മണിക്കൂർ നേരമെങ്കിലും അവനവന് വേണ്ടി ചിലവാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അത് അവരവരുടെ ഹോബീസിനായിക്കോട്ടെ, കുറച്ചു നേരം എക്സസൈസ് ചെയ്യാനാവാം, കുറച്ച് പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാവാം, എന്തെങ്കിലും തരത്തിൽ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ സ്ത്രീകളും ഒരു മണിക്കൂർ നേരമെങ്കിലും ഒരു ദിവസത്തിൽ നിർബന്ധമായും മാറ്റിവെക്കുക. ആ സമയം നിങ്ങൾ മാറ്റിവെക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ സാഹചര്യത്തിൽ സ്ത്രീകളിൽ പുരുഷന്മാരിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കാണുന്നുണ്ട്. അതായത് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എന്നിങ്ങനെ ഒരുപാട് അസുഖങ്ങൾ സ്ത്രീകളിൽ താരതമ്യേന കൂടുതലാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വീട്ടിൽ ബാക്കി വരുന്ന ഫുഡ് എല്ലാം കഴിക്കുന്ന ആളാണ് വീട്ടിലുള്ള സ്ത്രീ. അതായത് ലെഫ്റ്റ് ഓവർ ഫുഡ് കഴിക്കുന്ന സ്വഭാവം മാറ്റിവെക്കുക. നമ്മുടെ വീട്ടിൽ വേണ്ടാത്ത ഭക്ഷണം കഴിക്കാനുള്ള ആളല്ല ഒരിക്കലും ഒരു സ്ത്രീ എന്ന് പറയുന്നത്. ഏറ്റവും നല്ലത് നമുക്ക് ആവശ്യത്തിന് മാത്രം കാൽക്കുലേറ്റ് ചെയ്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനിയിപ്പോ ഫുഡ് കുറച്ച് ബാക്കി വരികയാണെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെച്ച് അടുത്ത ദിവസം ഉപയോഗിക്കാം. ബാക്കി വരുന്ന ഫുഡ് എല്ലാം കഴിച്ചു കൂട്ടിയിട്ട് അമിതവണ്ണം, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എന്നിങ്ങനെ സ്ത്രീകൾ ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ആർത്തവ വിരാമം വരെ സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യുന്ന വലിയൊരു ഫാക്ടറാണ് ഈസ്ട്രോജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ. ഈ ഹോർമോൺ ഒരു ഭിത്തി പോലെ നിന്നിട്ട് നമുക്ക് എല്ലാ അസുഖങ്ങളിൽ നിന്നും പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. എന്നാൽ മെനോപോസോടുകൂടി ഈ ഹോർമോണിന്റെ അളവ് കുറയുകയും അതിനുശേഷമാണ് നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയാലും എന്ത് തരം അസുഖങ്ങളായാലും കൂടുതലായിട്ട് നമ്മളെ എഫക്ട് ചെയ്യുക. അതുപോലെ തന്നെ ദിവസത്തിൽ 20 മുതൽ 30 മിനിറ്റ് വരെയെങ്കിലും നിർബന്ധമായും എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനു വേണ്ടിയിട്ട് ഒരു ജിം സെന്ററിൽ പോകണം എന്നല്ല, നിങ്ങളുടെ വീടിനുള്ളിലോ അല്ലെങ്കിൽ പുറത്തോ ആയിട്ട് നിങ്ങൾ നന്നായി കൈവീശി ഒരു 20 മിനിറ്റ് നടന്നാൽ മതി. പിന്നെ നമ്മൾ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്തനാർബുദം. ഒരു 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ നിർബന്ധമായും നിങ്ങളുടെ ബ്രസ്റ്റ് സെൽഫ് എക്സാമിൻ ചെയ്യുകയും വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അല്ലെങ്കിൽ തടിപ്പോ വേദനയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു മാമോഗ്രാം എന്നൊരു ടെസ്റ്റ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതുവഴി നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ബ്രസ്റ്റ് ക്യാൻസർ നമ്മൾ ആദ്യമേ ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ 100% നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ സ്ത്രീകളും, പ്രത്യേകിച്ചും ഒരു 50 വയസ്സ് കഴിഞ്ഞ അല്ലെങ്കിൽ മെനോപോസ് ആയിട്ടുള്ള സ്ത്രീകൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ബ്രസ്റ്റ് സെൽഫ് എക്സാമിൻ ചെയ്തിട്ട് കൺഫേം ചെയ്യേണ്ടതാണ്. അതുപോലെ പിന്നെയുള്ള ഒന്നാണ് ഗർഭാശയ മുഴ അല്ലെങ്കിൽ PCOD അല്ലെങ്കിൽ സിസ്റ്റുകൾ എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വയറ് സാധാ ഒരു സ്കാനിങ്, നമ്മൾ USG അബ്ഡോമൻ ആൻഡ് പെൽവിസ് എന്ന് പറയും, വയറ് ഒരു USG സ്കാനിങ് ചെയ്യുന്നതിലൂടെ അത് നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ സാധിക്കും. നിങ്ങൾ മെനോപോസ് ആയ അല്ലെങ്കിൽ 50 വയസ്സിന് മുകളിലുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ നിർബന്ധമായിട്ടും USG ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിലൂടെ നിങ്ങൾക്ക് PCODയോ ഫൈബ്രോയിഡോ എന്തെങ്കിലും തരത്തിലുള്ള മുഴകളോ എല്ലാം ഉണ്ടെങ്കിൽ അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ സ്ത്രീകൾ വീട്ടിലെ ജോലികളെല്ലാം ചെയ്തു കഴിഞ്ഞ് കുട്ടികളെല്ലാം സ്കൂളിലേക്ക് പോയിട്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് യൂഷ്വലി വീട്ടമ്മമാര് ഒരു 10 മണി 11 മണി സമയത്താണ് കഴിക്കാറുള്ളത്. അതും ഒട്ടും ഹെൽത്തി അല്ല. നിങ്ങളുടെ ഫാറ്റി ലിവർ വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ് കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് ഒരു 1.5 മണിക്കൂറിനുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് ഒരു 3 മണിക്കൂർ മുൻപെങ്കിലും ഡിന്നറും കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വീട്ടിൽ ആർക്ക് എന്ത് അസുഖം വന്നാലും ഓടിച്ചെന്ന് കാര്യങ്ങളെല്ലാം നോക്കുകയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ മുൻകൈ എടുക്കുകയും ചെയ്യുന്ന സ്ത്രീയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ സ്ത്രീയുടെ ആരോഗ്യ കാര്യങ്ങളിൽ ഇന്നും നമ്മുടെ സമൂഹം കുറച്ച് പിന്നോട്ട് തന്നെയാണ്. നമ്മൾ വീട്ടിൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന അതേ കെയർ തന്നെ നിർബന്ധമായും സ്ത്രീകൾ അവരവരുടെ കാര്യത്തിലും കൊടുക്കുക തന്നെ വേണം. അവരുടെ ഫിസിക്കൽ ഹെൽത്തിന് മാത്രമല്ല, മെന്റൽ ഹെൽത്തിന് കൂടെ.
സ്ത്രീകൾക്ക് ആർത്തവ വിരാമത്തോടു കൂടി ധാരാളം ഹോർമോണൽ ചേഞ്ചസ് വരികയും അതുവഴി അവരുടെ മെന്റൽ ഹെൽത്തിനെയും അതുപോലെ തന്നെ ഇമോഷണൽ ഹെൽത്തിനെയും അഫക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. സ്ത്രീകൾക്ക് മാനസികമായോ ശാരീരികമായോ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അടുത്തുള്ള ഡോക്ടറെ ചെന്ന് കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കൺസേൺസ് അവരുമായിട്ട് ഷെയർ ചെയ്യുകയും നിങ്ങൾക്ക് വേണ്ട പ്രതിവിധികൾ ഉറപ്പായിട്ടും അവർക്ക് നൽകാൻ സാധിക്കും. ഇപ്പോ രുചി വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരുപാട് തരത്തിലുള്ള ഷുഗേഴ്സ് ആയിട്ടും സ്വീറ്റ്സ് ആയിട്ടും ഫാസ്റ്റ് ഫുഡ്സ് ആയിട്ടും എല്ലാം നമ്മുടെ മുന്നിൽ ധാരാളം തരത്തിലുള്ള ഫുഡ് ചോയ്സസ് ഉണ്ട്. എന്നാൽ സ്ത്രീകൾ അവരുടെ ഫുഡിന്റെ കാര്യത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കുകയും കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ വൈറ്റമിൻസ് റിച്ച് ആയിട്ട്, പ്രോട്ടീൻ റിച്ച് ആയിട്ട്, മിനറൽസ് റിച്ച് ആയിട്ട്, കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പാല്, മുട്ട, ചീസ്, ചിക്കൻ, മീറ്റ് എന്നിങ്ങനെ ധാരാളം പ്രോട്ടീൻസും കാൽഷ്യംസും വൈറ്റമിൻസും അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇതൊന്നും കഴിക്കാൻ പറ്റിയ ഒരു സാഹചര്യമല്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാം സപ്ലിമെന്റ്സ് അവൈലബിൾ ആണ്. ഹോമിയോപ്പതിയിൽ ധാരാളം സപ്ലിമെന്റ്സ് അവൈലബിൾ ആണ്. വൈറ്റമിൻ B12, വൈറ്റമിൻ C, വൈറ്റമിൻ D അല്ലെങ്കിൽ മൾട്ടി വൈറ്റമിൻസ് ഇതെല്ലാം ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആണ്. നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള മാനസികമായോ ശാരീരികമായോ ഉള്ള അസ്വസ്ഥതകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഹോമിയോ ഡോക്ടറെ ചെന്ന് കൺസൾട്ട് ചെയ്ത് നിങ്ങളുടെ കൺസേൺസ് നിങ്ങൾക്ക് അവരുമായിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കും. അവര് ഉറപ്പായും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. കാരണം ഹോമിയോപ്പതി എന്ന് പറയുന്നത് സിംറ്റംസ് ബേസ്ഡ് ട്രീറ്റ്മെന്റ് അല്ല, നിങ്ങളുടെ മെന്റൽ, ഫിസിക്കൽ, ഇമോഷണൽ എന്നിങ്ങനെ എല്ലാ അവസ്ഥയും പരിഗണിച്ചാണ് നമ്മൾ നിങ്ങൾക്കുള്ള മരുന്നുകൾ നൽകാറുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഹാപ്പി വിമൻസ് ഡേ. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി. താങ്ക് യു.